ക്രിസ്തയേശുവിൻ്റെ മഹനീയ നാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ വന്ദനം പറയുകയാണ്. അതേ ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തെ പരമ്പരയിൽ നാം ഇന്ന് ചിന്തിപ്പാൻ കൊണ്ട് പോകുന്നത് അതേ ക്രിസ്തീയമായ പരിഭ്രാന്തി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. ഈ തിരുവചന ധ്യാനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യണമേ. അതിനുവേണ്ട ബുദ്ധിയും വിവേകവും കർത്താവ് തരണം. എല്ലാം യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതെ, ക്രിസ്തീയ സാക്ഷിത്വം എന്നീ പരമ്പരയിൽ നാം തുടർന്ന് ഇന്ന് പഠിക്കുവാൻ പോകുന്നതായ വിഷയം ക്രിസ്തീയ പരിഭ്രമം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 2 കൊരിന്ത്യർ 4:8 വാക്യമാണ്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുള്ളവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഇവിടെ സഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല എന്നുള്ളതായ ഒരു നിഷേധവും അതുപോലെ തന്നെ ഉത്തേജനവുമായി അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളതായ ഒരു പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് പരിഭ്രമം എന്ന ഒരു അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷിൽ പെർപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുമുണ്ട്. അത് നമ്മൾ സാധാരണ മലയാളത്തിൽ ഞാനതിന് ഉപയോഗിക്കുന്ന വാക്ക് പരിഭ്രമമാണ്. അതായത് ചില കാര്യങ്ങളൊക്കെയും കേൾക്കുമ്പോൾ നമുക്ക് പരിഭ്രമം ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഇതാണ് ലോകത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഇതോടുകൂടി കാര്യങ്ങളെല്ലാം തീർന്നു, അല്ലെങ്കിൽ ഇത് നമ്മെ വളരെയധികമായി അത് കുലുക്കുന്നതായ ഒരു പ്രശ്നമാണ് ഈ പരിഭ്രമം ഉണ്ടാകുക എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഈ പരിഭ്രമം ഉണ്ടായിരുന്നെങ്കിലും അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നിരാശയിലാക്കുക, അല്ലെങ്കിൽ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും നാം ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും എന്ത് ചെയ്യുന്നില്ല, നിരാശപ്പെടുന്നില്ല. അപ്പോൾ ഇത് ഈ ഉപയോഗത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവും നെഗറ്റീവുമായുള്ള ചിന്താഗതിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിലെ ജീവിതത്തിൽ അല്ലെങ്കിൽ പരിഭ്രമിപ്പാണ്ടൊക്കെയുള്ള അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ അത് അവനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവനെ നിരാശനാക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ തളർത്തി കളയുന്നില്ല എന്ന് ഉള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഒരു ക്രിസ്തീയ സാക്ഷിത്വമാണ്. അത് എന്തു തന്നെ വന്നാലും ധൈര്യത്തോടുകൂടി നിറഞ്ഞ ഹൃദയത്തോടെ ഉറപ്പോടെ തൻ്റെ ഇടത്തോടെ നിൽക്കുക എന്നുള്ളത്. നമുക്ക് ഇതിന് പല ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ എന്ന വ്യക്തി കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുണ്ടായിരുന്നു, അതായത് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ. എന്നാൽ ആ യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. നാം തിരുവചനം വായിക്കുന്നത് കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന ശബ്ദമായിരുന്നു യോഹന്നാൻ്റെത്. എന്നാൽ യോഹന്നാൻ മറ്റുള്ളവരുടെ പാപ വഴികളെ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ താൻ ചെയ്തതായ സാഹചര്യത്തിൽ തന്നെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനുള്ളതായ സാഹചര്യമുണ്ടായി. അതിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ തടവിലായി. അതായത് 3-ാമത്തെ വാക്യം 14:3 ഹെരോദാവ് രാജാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ ഹെരോദ്യയെ തൻ്റെ ഭാര്യയായിട്ട് കരുതി. അങ്ങനെ ആ നാളുകളിൽ തൻ്റെ ഭാര്യയെ വേപ്പാട്ടിയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്തു? യോഹന്നാൻ, നീ ചെയ്യുന്നത് ശരിയല്ല, അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു യോഹന്നാനെ തടവിലാക്കിയത്. എന്നാൽ ഈ ചുരുങ്ങിയ കാലയളവിൽ മാനസാന്തരത്തെക്കുറിച്ചും അതുപോലെ സ്നാനത്തെക്കുറിച്ചും ദൈവത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം, മശിഹായുടെ വഴികൾ ഒരുക്കുവാൻ തക്കവണ്ണം ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അവൻ ആരെയും ഭയമില്ലായിരുന്നു. തൻ്റെ ജീവിതം തന്നെയും ഒരു പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ ആ ചെയ്തതായ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ താൻ കാരാഗൃഹത്തിലായപ്പോൾ തനിക്ക് തോന്നി തനിക്കൊരു പരിഭ്രമം ഉണ്ടായി. അത് തന്നെയല്ല, മെസ്സിയ യേശുക്രിസ്തു വന്നു, അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. എന്തിനാൽ തന്നെയും താൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 11:3 വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾക്ക് മറ്റൊരുതനെ കാത്തിരിക്കണമോ എന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരിലൂടെ യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ തനിക്കൊരു പരിഭ്രമം ഉണ്ടായി. കാരണം ഏത് മനുഷ്യനും, ഭൂമിയിൽ ജീവിച്ച ഏത് മനുഷ്യനും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ തൻ്റെ ഇടം ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്കൊരു പരിഭ്രമം ഉണ്ടായി. ഇതാണോ ഒരു സംശയം?
അപ്പോൾ അതിന് കർത്താവായ യേശു ക്രിസ്തു എന്താണ് മറുപടി കൊടുത്തത്? താൻ ഒരു മറുപടിയും പറഞ്ഞില്ല. എന്താണ്? രോഗികളെ സൗഖ്യമാക്കി, അതേ, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, അതുപോലെ തന്നെ പലർക്കും അത്ഭുതങ്ങളൊക്കെയും പ്രവർത്തിച്ചു, അല്ലെങ്കിൽ താൻ അവരുടെ മുൻപാകെ സാക്ഷ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് പോയി യോഹന്നാനോട് പറയുക. അപ്പോൾ താൻ ചെയ്തത് എന്താണ്? അവരുടെ മുൻപിൽ ഓരോ കാര്യങ്ങൾ, അതായത് പ്രവചന നിവൃത്തിയായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയും കാണിച്ചു. അവരത് കണ്ടു. അതൊരു സാക്ഷ്യമായിട്ട് യോഹന്നാൻ സ്നാപകന് പോയി പറയുകയുണ്ടായി. അപ്പോൾ യോഹന്നാൻ സ്നാപകന് ആദ്യം നമുക്കറിയാം, അതേ, ഹെരോദ്യ എന്ത് ചെയ്തു? ഹെരോദാവിൻ്റെ പിറന്നാളിൽ ഒരു വലിയ സദ്യ ഒരുക്കി. ആ സദ്യയിൽ വന്നവർക്ക് വേണ്ടി ആനന്ദം കൊണ്ടുപോകാൻ തക്കവണ്ണം ഹെരോദ്യയുടെ മകള് ശലോമി അവിടെ നൃത്തം ചെയ്തു. ആ നൃത്തത്തിൽ ആകർഷനായ ഈ ഹെരോദാവ് അവളോട് നീ എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ അമ്മയോട് എന്ന് ചോദിക്കുന്നു. അമ്മയുടെ ഉപദേശത്താൽ യോഹന്നാൻ്റെ തല കൊടുക്കുവാൻ തക്കവണ്ണം അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ യോഹന്നാൻ അന്ന് കൊല്ലപ്പെടുന്നതായുള്ള കാഴ്ച നാം കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്നാപക യോഹന്നാൻ വന്നതിൽ, അല്ലെങ്കിൽ താൻ കുറച്ച് കാലമേ ജീവിച്ചിരുന്നുവെങ്കിലും ആ കാലയളവിൽ താൻ ചെയ്യേണ്ട ജോലി നിറപടിയായി ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് ഒരു പരിഭ്രമം ഉണ്ടായെങ്കിലും താൻ വാസ്തവമായിട്ട് തന്നെ ഏൽപ്പിച്ചതായ ജോലി, തന്നെ അയച്ചതായ ജോലി താൻ നിറപടിയായിട്ട് നിറവേറ്റി. അതുപോലെ വേറൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ, പഴയ നിയമകാലത്ത് നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ ഒരു പരിഭ്രമത്തിലുള്ളതായ വഴി ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, അത് വിവരിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തിലാണ്. എസ്തേർ എന്ന് പറയുന്നതായ വ്യക്തി മൊർദെഖായിയുടെ വളർത്തുപുത്രിയായിരുന്നു. അവൾ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് തീരുവാൻ തക്കവണ്ണം ഉള്ള വഴികളെ ദൈവം ഒരുക്കി. എന്നാൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ, അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് വിരോധിയായുള്ള വ്യക്തി മൊർദെഖായിയെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ കൂട്ടക്കാരെയും കൊല്ലുവാൻ വേണ്ടിയുള്ള വഴികൾ ഒരുക്കി. അങ്ങനെ ആ ഒരു സംഭവം നടന്നപ്പോൾ എന്തുണ്ടായി എന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടുടുത്ത വെണ്ണീരിൽ കിടന്നു. കാരണം അവിടെ ഒരു നിയമം വന്നു. എന്താണ്? ഹാമാൻ്റെ നിർദ്ദേശത്താൽ രാജകൽപ്പനയുണ്ടായി എല്ലാ യഹൂദന്മാരെയും കൊന്നെടുക്കുവാൻ വേണ്ടി. എന്നാൽ ആ കൽപ്പന ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? എസ്തേറിലൂടെ ദൈവം പ്രവർത്തിച്ചു. അപ്പോൾ ആ സംഗതിയെക്കുറിച്ച് അവിടെ ഒരു പരിഭ്രമം ഉണ്ടായെങ്കിലും മൊർദെഖായി തൻ്റെ വളർത്തുമകളായ എസ്തേറിനോട് പറഞ്ഞു, നീ മിണ്ടാതിരുന്നാൽ ദൈവജനത്തിന് ഉദ്ധാരണം വേറൊരു വഴിയിലൂടെ ഉണ്ടായേക്കാം. എന്നാൽ ഈ അവസരത്തിൽ നീ ഇങ്ങനെ വന്നത് അതിനു വേണ്ടിയാണ് എന്ന് ആരറിഞ്ഞു? അപ്പോൾ ആ പരിഭ്രമ കാലത്ത് ദൈവം എസ്തേറിലൂടെ പ്രവർത്തിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് വിടുതൽ ഉണ്ടായി. എന്നാൽ പരിഭ്രമം ഉണ്ടായി, അത് ഓർക്കുക. അപ്പോൾ ഈ പരിഭ്രമം ഉണ്ടായാലും എന്ത് ചെയ്യണം? അതിനുള്ളതായ ഉപാധി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഒരു സംഭവമാണ് അവിടെ നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നത്. ആയതുപോലെ ഈ കാലാന്ത്യത്തിൽ ജീവിച്ചിരിക്കുന്നവരായ നമുക്കും ഇതുപോലുള്ളതായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ നാം വായിക്കുന്നത്, ആ കാലത്ത് നിൻ്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ആ കാലം വരെ സംഭവിച്ചിരുന്നതായ കഷ്ടകാലം ഉണ്ടാവും. അപ്പോൾ ഇത് കഷ്ടകാലം ഉണ്ടാവും എന്ന് ദൈവവചനത്തിലെ പ്രവാചകനിലൂടെ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതേ കാര്യത്തെക്കുറിച്ച് തന്നെ വെളിപാട് പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-17 വാക്യം, വെളിപാട് പുസ്തകം 12-17, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായ അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവർ കടൽപ്പുറത്തെ മണൽമേൽ നിൽക്കുന്ന ഒരു കാഴ്ച. അതായത് പിശാചും തൻ്റെ അനുയായികളും തന്നോടൊപ്പമുള്ളവരും എന്തു ചെയ്യും? എന്താണ്? ഈ ഭൂമിയിൽ ദൈവജനത്തെ, ദൈവത്തിൻ്റെ ശേഷിപ്പിനെ നശിപ്പിക്കാൻ തക്കമുള്ളതായ വഴിയൊരുക്കുന്ന കാഴ്ച ഇവിടെ പ്രവചനങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അനേക കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 21-25. ഈ 21-ാമത്തെ അധ്യായം 2-ാമത്തെ വരവിൻ്റെ മുമ്പ് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരെയും അറിവിലേക്ക് വേണ്ടി അനേക
വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തിരുവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് വായിക്കാം ലൂക്കോസിന് സുവിശേഷം 21-25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാക്കും. അപ്പോൾ ഈ പരിഭ്രമം ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ളതായ അനേക വഴികളിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈയിടെയായിട്ട് അനേക സംഭവങ്ങൾ ഈ ദേശത്ത് നാം താമസിക്കുന്ന ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് അടിക്കുന്നതിനെക്കുറിച്ചുള്ള മുന്നറിവ് നമുക്ക് പത്രത്തിലൂടെ ലഭിക്കുകയുണ്ടായി. അതിൻ്റേതായ റിസൾട്ട്, അതിൻ്റേതായ റിയാക്ഷൻസ് അല്ലെ, അതിൻ്റേതായ പരിണത ഫലങ്ങൾ അതെ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഡൽഹിയിൽ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ അനവധിയായ കാര്യങ്ങൾ സംഭവിക്കുന്നു. പുറം നാടുകളിലും അതുപോലെ തന്നെ അതേ ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, ഭൂമി കുലുക്കങ്ങൾ. അപ്പോൾ ഇവിടെ പറയുന്നത് സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങളുണ്ടാവും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടെ പരിഭ്രമം ഉണ്ടാകും. അപ്പോൾ ജാതികൾക്ക് പരിഭ്രമം ഉണ്ടാകുകയാണെങ്കിൽ കണിശമായിട്ടും അതേ വിശ്വാസികളായ നമുക്കും എത്രമാത്രം. ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ മാത്രമല്ല, ജെരമായ പ്രവാചകൻ പറയുമ്പോൾ ആ നാൾ ഞാൻ വായിക്കുന്നത് 30:7 ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമുക്കറിയാം, യാക്കോബിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യാക്കോബ് ലാബാൻ്റെ നാട്ടിൽ തൻ്റെ സഹോദരനെ ഭയന്ന് ലാബാൻ്റെ ദേശത്ത് ചെന്നു. അവിടെ താമസിച്ചു. അവിടെ താൻ വിവാഹം കഴിച്ചു. കുട്ടികളായി. ആ കാലയളവിൽ ലാബാനും ലാബാൻ്റെ മക്കളും അവനോട് ഇടപെടുന്ന രീതിക്ക് ഒരു വ്യത്യാസം കണ്ടു. അവർ സ്നേഹക്കുറവ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് താൻ ഓടിപ്പോകണം എന്നുള്ളതായ താല്പര്യത്തിൽ അങ്ങനെ കഴിഞ്ഞു. അവസാനം ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അതിനെക്കുറിച്ച് പൂർണ്ണമായി ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ പോയി താനിങ്ങനെ പോകുന്ന സമയത്ത് താൻ പിൽക്കാലത്ത് ചെയ്ത, അല്ലെങ്കിൽ തൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ചില സംഭവങ്ങളൊക്കെയും ഓർമ്മ വന്നു. ദൈവമായി, അല്ലെങ്കിൽ തൻ്റെ സഹോദരനെ ചതിച്ചു, തൻ്റെ പിതാവിനോട് കള്ളം പറഞ്ഞു, അങ്ങനെ താൻ ഓടിപ്പോയതും അതിനുശേഷം തനിക്കുണ്ടായ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തു. താൻ ഏകനായി അവിടുന്നതായ സമയത്ത് അവനുമായി ഒരു ദൂതനുമായിട്ട് മൽപ്പിടുത്തം ചെയ്യേണ്ടതായ ഒരു സാഹചര്യം വന്നു. എന്നാൽ ഈ മൽപ്പിടുത്തത്തിൽ എന്ത് ചെയ്തു? യാക്കോബ് തളർന്നു പോയില്ല. യാക്കോബ് എന്ത് ചെയ്തു? താൻ ശക്തിമാനായിട്ട് അവിടെ നിന്നു എന്ന് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ആയതുകൊണ്ട് ഇതുപോലുള്ളൊരു സംരംഭം, അല്ലെങ്കിൽ യാക്കോബിനുണ്ടായതായ ഒരു കഷ്ടകാലം പോലെ നമുക്ക് സംഭവിച്ചേക്കാം. എന്നാൽ അതിൽ നിന്ന് ദൈവം എന്ത് ചെയ്യും? അതിൽ നിന്നും അവരെ രക്ഷിക്കും. യാക്കോബിനെ രക്ഷിച്ചു. ആയതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരായ നമുക്കും ഇതുപോലുള്ളതായ കഷ്ടതകൾ പ്രകൃതിയിൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ രോഗബാധിതരായിട്ട് അങ്ങനെയൊക്കെയും കഴിയേണ്ടി വരും. അതിനെക്കുറിച്ച് ലൂക്കോസ് വീണ്ടും 18-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ രക്ഷപ്പെടുത്തുവാനുള്ളതായ വഴികൾ വെച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് നാം എന്ത് ചെയ്യരുത്? ഈ പരിഭ്രമം വന്നാലും നിരാശ വന്നാലും നാം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നഷ്ടപ്പെടുവാനുള്ളതായ വഴികൾ ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവസ്ഥാവിശേഷമുണ്ട്. ആയതുകൊണ്ട് നമുക്കറിയാം, വേദപുസ്തകത്തിൽ വീണ്ടും അനവധിയായ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പഴയ നിയമകാലത്ത് യോബ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. യോബിനെക്കുറിച്ച് പറയുമ്പോൾ യോബ് എങ്ങനെയുള്ളവനായിരുന്നു? അവൻ വളരെ നിഷ്കളങ്കനായിരുന്നു. അവൻ ദൈവമായിട്ട് നല്ല ഈടാർന്ന ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു. അപ്രൈറ്റ് മാൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഈടാർന്ന ഈ മനുഷ്യന് എന്ത് സംഭവിച്ചു? അതിനെക്കുറിച്ച് പറയുമ്പോൾ അവന് വളരെ കഷ്ടതയുണ്ടായി, പ്രയാസമുണ്ടായി. എന്നാൽ അതിലൊന്നിലും താൻ എന്ത് ചെയ്തില്ല? ദൈവത്തെ മറുത്തു നിന്നില്ല. അതിനെക്കുറിച്ച് യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് 13-15 അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും.
അതെ, യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതെ, താൻ ഒരിക്കലും ദൈവമായിട്ട് മറുത്ത് നിന്നിട്ടില്ല. ദൈവത്തോട് ചേർന്ന് ദൈവ പ്രകാരം ജീവിച്ചു. അതേ, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാ തരത്തിലും ഈടാർന്ന ബന്ധം പുലർത്തിയ വ്യക്തിയായിരുന്നെങ്കിലും അവന് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവനത് തളർത്തി കളഞ്ഞില്ല, അവൻ ദൈവത്തെ നിരാകരിച്ചില്ല എന്ന് തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രവാചകനായ ജെരമായെക്കുറിച്ച് പറയുമ്പോൾ അവനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ ഒരു വീപ്പിംഗ് പ്രോഫറ്റ്, വിലപിക്കുന്ന ഒരു പ്രവാചകൻ എന്നാണ് സാധാരണയായിട്ട് അതേ ജെരമായ പ്രവാചകനെക്കുറിച്ച് ചിത്രീകരിക്കുന്നത്. കാരണം തൻ്റെ അനുഭവങ്ങളിൽ വളരെയധികം കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പൊട്ടക്കിണറിൽ ഇട്ടതായ അവസ്ഥയുണ്ട്, ആഹാരം കഴിക്കാതിരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തു ചെയ്തു? അവന് ദൈവത്തോട് നിന്നു. അതിനെക്കുറിച്ച് ജെരമായ പ്രവാചകൻ 20-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെ ഉണ്ട്. യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, യഹോവയെ സ്തുതിപ്പീൻ, അവൻ ദരിദ്രൻ്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം അവനുണ്ടായി. അപ്പോൾ ആ ജെരമായ പ്രവാചകൻ വളരെയധികം കഷ്ടതയിലൂടെ കടന്നുപോയി. രാജാവ് രാജസന്നിധിയിൽ അവനെ തള്ളി, അവനെ പൊട്ടക്കിണറ്റിലിട്ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ എത്രമാത്രം നികൃഷ്ടമായിട്ട് തന്നോട് ഇടപെട്ടു എന്ന് നമുക്ക് കാണുവാനൊക്കെ വേദവചനത്തിൽ കാണുവാനൊക്കെ സാധിക്കും. ആയതുപോലെ ഞാൻ മുമ്പേ എസ്തേറിൻ്റെ ജീവിതം പറഞ്ഞു. എസ്തേറിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നാം മൊർദെഖായിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും മറന്നു പോകാൻ ഇടയാകരുത്. കാരണം മൊർദെഖായി ദൈവത്തോട് കൂറുള്ളവനായിട്ട് വിശ്വസ്തനായിട്ടിരുന്നു. ആ മൊർദെഖായി ഇതുപോലുള്ള പ്രയാസഘട്ടം വന്നപ്പോൾ എസ്തേറിനോട് പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞു, ഈ സമയത്ത് നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീ നിൻ്റെ പിതൃഭവനവും നശിച്ചു പോവും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അത് എസ്തേറിനെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എസ്തേർ രാജ്ഞിയായി തീരുന്നതിന് മുൻപായിട്ട് തൻ്റെ കുലമേത്, താൻ എവിടുത്തെ കാര്യത്തെയാണെന്ന് പറയരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെളിപ്പെടുത്തുവാനുള്ള സമയമായി. അതിനുവേണ്ടി അവൾ ഒരുമ്പെടുന്നതായ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു. അതിനാൽ ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് രക്ഷയുണ്ടായി എന്നുള്ള സംഭവം തിരുവചനത്തിൽ നാം പഠിക്കുന്നുണ്ട്. ആയതുകൊണ്ട് ഇതുപോലെ എനിക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ്? ദൈവജനത്തിന് വേണ്ടി പരിഭ്രമിച്ച് നഷ്ടപ്പെടുവാനല്ല, പിന്നെയോ അതിന് വിടുതലുണ്ടാകുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഓരോ ആയുധങ്ങളായി തീരണം. ഇനിയും വേദപുസ്തക ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് നെഹമായ പ്രവാചകനെക്കുറിച്ച്, നെഹമായ പുരോഹിതനെക്കുറിച്ച്. നെഹമായ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു? അവൻ ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിച്ചു. ദൈവം അവന് യെരുശലേം ദേവാലയം കത്തി നശിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ ഈ വെണ്ടുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ അവസ്ഥ കണ്ട് അതിനെക്കുറിച്ചുള്ള വിവരണം കിട്ടിയപ്പോൾ അതെങ്ങനെയെങ്കിലും ഉദ്ധരിക്കുവാൻ തക്കമുള്ള ഒരു പുറപ്പാടിനായി താൻ പുറപ്പെട്ടു. അതിനായിട്ട് താൻ വന്നു. താൻ രാജാവിൽ നിന്ന് കൽപ്പന പ്രാപിച്ച് അതിനുള്ള സഹായവും അതിനുള്ള എല്ലാ ഉപകരണങ്ങളുമായിട്ട് വന്നു. എന്നാൽ അവനെ ഈ തളർത്തിക്കളയുവാൻ തക്കവണ്ണം, അവൻ്റെ പ്രയത്നങ്ങളിൽ അവനെ നിരാശപ്പെടുത്തുവാൻ തക്കവണ്ണം പല ഉപാധികൾ ശത്രുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെയും വന്നപ്പോൾ തന്നെയും താൻ എന്ത് ചെയ്തു? താൻ ഒരിക്കലും ഞാൻ ചെയ്യുന്നില്ല, അതെനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ചിന്താഗതി അവിടെ ഉണ്ടായില്ല. അതിനെക്കുറിച്ച് നെഹമായ പ്രവാചകൻ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചും പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ആയിരുന്നു നെഹമായ നിന്നു. അതുകൊണ്ട് ആ കാലയളവിൽ യെരുശലേം ദേവാലയത്തിന് ചുറ്റുമുള്ള മതിൽ പൊളിഞ്ഞു കിടന്നതിനെ പണിയുവാൻ തക്കവണ്ണം, ഘട്ടം ഘട്ടമായിട്ട് അതിനെ പണിഞ്ഞ് അത് തീർക്കുവാൻ തക്കവണ്ണം നെഹമായയ്ക്ക് സാധിച്ചു. ആയതുപോലെ ജീവിതത്തിൽ നമ്മുടെ പല വേലുകളും നമ്മുടെ പല ചുവരുകളും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അതിനൊക്കെയും പടുത്തുയർത്തി ദൈവ മകളായി ഒരു രക്ഷയ്ക്കുള്ള പദ്ധതിക്ക് വേണ്ടി രക്ഷാ കവചം അല്ലെങ്കിൽ രക്ഷാ കോട്ടകൾ പണിയേണ്ടത് ഈ നെഹമായ പോലെ നമ്മുടെ ഓരോരുത്തരും ചുമതലയാണ്. അത് ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഒരിക്കലും സ്വയത്തിലല്ല, പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി എന്തു തന്നെ വന്നാലും അതിനുവേണ്ടി ഞാൻ നിലനിൽക്കും. സംരംഭത്തിനുള്ളതായ സംരംഭങ്ങളുണ്ട്, അതിൽ താളടിയാകാതെ നിൽക്കുവാൻ തക്കവണ്ണമാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മോട് വീണ്ടും അനുശാസിക്കുന്നത്
എന്താണ്? ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തുണയായിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും പരിഭ്രമിച്ച് ഇല്ലായ്മയാകേണ്ട ആവശ്യമില്ല. അതെ, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8 ഇപ്രകാരം പറയുന്നു, 26-ാമത്തെ വാക്യമാണ്, ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ച് കൂടാത്ത ഞരക്കത്താൽ നമുക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? പക്ഷവാദം ചെയ്യുകയാണ്. അപ്പോൾ നാം അതിനുള്ള ഒരു മനസ്സൊരുക്കമുള്ളവരായി ഇരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നു. ആയതുകൊണ്ട് തിരുവചനത്തിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, മകനെ കർത്താവിന് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. അതേ, മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ അതിനെ ശിക്ഷിച്ച് വളർത്തുന്നതെന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ഇത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ആയതുകൊണ്ട് ദൈവമകനായി മകളായി ജീവിപ്പാൻ തക്കവണ്ണം തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും തളർന്നു പോകേണ്ട ആവശ്യമില്ല. അതേ, തളർച്ചയ്ക്കുള്ളതായ സംരംഭങ്ങൾ, ചുറ്റുപാടുകളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നു? ജെരമ്യാ പ്രവാചകൻ പറയുന്ന പോലെ, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അതെ, ലോകത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഈ സൗഭാഗ്യം പ്രാപിച്ചുകൊണ്ട്, അതേ, വെള്ളി ഊതിക്കഴിച്ച് ശുദ്ധി വരുത്തുന്നവനെ പോലെയും ലേവ്യപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മീകരിച്ചു, അങ്ങനെ അതേ, അവർ നീതിക്കുള്ള യഹോവയ്ക്കുള്ള വഴിപാട് അർപ്പിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അങ്ങനെയൊരു സാഹചര്യം നമുക്കുണ്ടാകുവാൻ വേണ്ടിയാണ് നാം ഒരുങ്ങേണ്ടത്. അതേ, ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, പരിഭ്രമത്തിനുള്ളതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവയൊക്കെയും എന്തായിത്തീരും? എന്നേക്കുമായി ഇല്ലായ്മയായി തീരും. അതേ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ പറയുമ്പോൾ, നൊടി നേരത്തേക്കുള്ളതായ ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനല്ല, കാണാത്തതിനത്ര ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നത്. അതുകൊണ്ട് കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആ നിത്യമായ കാര്യത്തിനു വേണ്ടി, അതേ, തേജസ്സിൻ്റെ വലിയ നിത്യഘനമായ നമുക്ക് ലഭിക്കാൻ പോകുന്നതായ ആ നിത്യരാജ്യം പ്രാപിപ്പാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരുങ്ങണം. അതേ, ചുറ്റുപാടുകളല്ല, പിന്നെയോ നമ്മുടെ ലക്ഷ്യം യേശു അത്രേ. പരിഭ്രമം വന്നാലും, അതേ, പ്രയാസം വന്നാലും യേശുവിൽ നമ്മുടെ കണ്ണുകൾ അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വിശ്വാസ ജീവിതം മുൻപോട്ട് പോകാൻ, വിശ്വാസക്കപ്പൽ ഉടഞ്ഞു പോകാനല്ല, പിന്നെയോ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ പൊന്നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടികൾക്കായി ഒരുക്കിയിരിക്കുന്നതായ ഈ വചന ധ്യാനത്തിന് നന്ദിയോടെ സ്തോത്രം. അതെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിഭ്രമവും പ്രയാസവും ഉണ്ടാകും. എന്നാൽ അവയെ തരണം ചെയ്തായ ഞങ്ങളുടെ യേശു ഞങ്ങളെ സഹായിയായി, തുണയാളിയായി ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ക്രിസ്തയേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കൂട്ടുകൊണ്ടിരിക്കുന്ന ഏവരുമേ, കണിശമായിട്ടും ഈ ധ്യാനയോഗം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ എന്തെങ്കിലും അറിയുവാനുള്ള ജിജ്ഞാസയ്ക്കുള്ളതായ കാര്യങ്ങൾ അത് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ എഴുതുക. കണിശമായിട്ടും ഹോപ്പ് ടീം നിങ്ങൾക്ക് വേണ്ട മറുപടി നൽകുന്നതാണ്.